തൂങ്ങിച്ചത്ത ആൾക്കെതിരെ കൗണ്ടർ പരാതിയുമായിട്ട് ഷിംജിത ഇറങ്ങിക്കഴിഞ്ഞു. ഒരു നിമിഷം പോലും, ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് ഷിംജിത ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. തന്നെ തോണ്ടിയതുകൊണ്ട്, തന്നെ ഒരച്ചതുകൊണ്ട്, തൻ്റെ വികാരങ്ങൾ ഉണർത്തുന്നതിനു വേണ്ടി മാറിൽ ഉരസിയതുകൊണ്ട് ചത്തുപോയവനെ മാന്തിയെടുത്ത് അവൾക്ക് തിന്നാൻ കൊടുക്കണോ? അവൾക്ക് കൗണ്ടർ പെറ്റീഷൻ ആണുള്ളത്. കേട്ടോ. പെരുമാറി എന്ന പരാതി വരുന്നുണ്ട്. ഭാഗത്തുള്ള പരാതി കൂടി വരികയാണല്ലോ. ഈ ഷിംജിതയോട് മോശമായി പെരുമാറി എന്ന പരാതി രക്ഷപ്പെടാനുള്ള കൗണ്ടർ പെറ്റീഷൻ എന്ന നിലയിലാണെന്ന് കാണേണ്ടത്. സംഭവത്തിൽ ഇപ്പോൾ ഷിംജിത മുസ്തഫയുടെ സഹോദരൻ പയ്യന്നൂർ പോലീസിൽ ഒരു പരാതി ഇമെയിൽ മുഖാന്തരം നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഷിംജിതയോട് ദീപക് അപമര്യാദയായി പെരുമാറി, അവനെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പരാതി പയ്യന്നൂർ പോലീസിലാണ് സഹോദരൻ ഇമെയിൽ വഴി അയച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കൗണ്ടർ പരാതി കൊടുത്താൽ പോലും BNS നിയമം അനുസരിച്ച് അതിൽ പ്രാഥമിക അന്വേഷണം നടത്തണം. അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയാൽ മാത്രമേ അതിൽ എഫ്ഐആർ ഇടുന്ന നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇതിൽ പോലീസിൽ നിന്നുള്ള വിവരം. എന്തായാലും പരാതി കൊടുത്തിരിക്കുന്നു, ഒരു കൗണ്ടർ പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. എന്തായാലും ഇതിലിപ്പോൾ ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം റിമാൻഡ് റിപ്പോർട്ടടക്കം പുറത്തു വന്നു കഴിഞ്ഞു, മാതൃഭൂമി പുറത്തുവിടുകയും ചെയ്തു. ഇതിലിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അടുത്ത ദിവസം തന്നെ കേസ് അന്വേഷിക്കുന്ന ഇവള് പഠിച്ച മിടുക്കിയാണെന്നും ഇവളുടെ ഇന്റൻഷൻ എന്താണെന്നും നമുക്ക് വ്യക്തമായതല്ലേ. അവളുടെ ചില വീഡിയോകള്, ചില റീൽസുകളൊക്കെ ഇന്നിപ്പോ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ പർദ്ദയും മക്കനെയും ഇട്ടിട്ടാണോ, ഷാളും മഫ്തയും ഒക്കെ ഇട്ട് ഒരു മുസ്ലിം ചായ്വോടുകൂടിയാണോ വന്നിരിക്കുന്നത്? അല്ല. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ഈ തട്ടമിട്ടത് മനഃപൂർവമല്ലേ? അല്ലേ? മുസ്ലിമാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ലഭിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ലഭിച്ചില്ല. അപ്പോൾ ഇപ്പോ ചത്തുപോയവൻ അയാളെ തോണ്ടിയെടുത്തിപ്പോൾ വിചാരണ ചെയ്യണം എന്ന രൂപത്തിലാണ് ഷിംജിത മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവളുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് അവൾ ഇതിനപ്പുറം ചെയ്യുമെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാ. കാരണം ഇനി അവളെ രക്ഷപ്പെടുത്തിയേ അവളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് പറ്റൂ. അതുകൊണ്ട് അവൾ വൈറലാകാൻ വേണ്ടി വീഡിയോ എടുത്തു. അവൾ വൈറലായി. അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി റിസൾട്ടാണ് ഒരൊറ്റ റീലിലൂടെ അവൾക്ക് കിട്ടിയത്. ഒടുവിൽ ദീപക് എന്ന യുവാവിനെ മുലയിടിച്ചു കൊലപ്പെടുത്തിയതിന്റെ പേരിൽ അവളെ ഇപ്പോഴിതാ അറസ്റ്റ് ചെയ്തു, റിമാൻഡിലുമാണ്. ഇനി 14 ദിവസം ജയിലിൽ പോലീസുകാരും മറ്റ് പ്രതികളും ഒക്കെ പേടിച്ചാൽ മതി. കാരണം അവരൊരച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളൊക്കെ ആകുമ്പോൾ ഫോണൊന്നും കിട്ടാൻ പ്രയാസമുണ്ടാകില്ല. എന്തായിരുന്നാലും ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ളതിലേക്ക് പോലീസുകാരൊക്കെയും വളരെ ജാഗ്രതയിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരി. ഇപ്പോൾ പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ആളുകളെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. വളരെ സന്തോഷം. കാരണം എന്താണെന്നറിയാമോ? ഇത്തരം സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ ചെയ്യുന്ന അതിക്രമങ്ങളോട് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. ആ പ്രതികരിക്കുന്ന സ്ത്രീകൾ ഒറ്റപ്പെടും. കാരണം എന്താ? വളരെ കുറച്ച് സ്ത്രീകളെ പ്രതികരിക്കൂ. അവരുടെ പ്രതികരിക്കാനുള്ള ടെൻഡൻസിയെയും അവരുടെ ധൈര്യത്തെയും അവരുടെ ഒരു നല്ല തീരുമാനത്തെയും എങ്ങനെ അടിച്ച് തകർക്കാം എന്ന് മാത്രമേ സംഘടിതരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കൂ. അതായത് നല്ലവരായിട്ടുള്ള പുരുഷന്മാരുമുണ്ട്, നല്ലവരായിട്ടുള്ള സ്ത്രീകളുമുണ്ട്. അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള സ്ത്രീകളും കെട്ട സ്ത്രീകളുമുണ്ട്. എല്ലാ പുരുഷന്മാരും കെട്ടവരല്ല, എല്ലാ പുരുഷന്മാരും നല്ലവരുമല്ല. അതുപോലെ തന്നെയാണ് സ്ത്രീകളും. ഇപ്പോ മുഴുവൻ സ്ത്രീകളും മോശക്കാരാണ് ബസ്സിൽ കയറുന്ന എന്നുള്ള നിലയ്ക്കൊന്നും ശരിയല്ല. പ്രതികരിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. ദീപകിന്റെ മരണത്തിന് ശേഷം മുഴുവൻ പുരുഷന്മാരും നിരപരാധികളാണ് എന്ന രൂപത്തിലുള്ള സമീപനങ്ങളും വരുന്നുണ്ട്. അത് തെറ്റ്. ഒരു പുരുഷന്റെ കൈ
നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതുവരെ, ഉരയ്ക്കുന്നതുവരെ, ഉരച്ച് തീരുന്നതുവരെ, ഉരച്ച് തീർന്നിട്ട് തിരിഞ്ഞു നോക്കി ആ മുഖമൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതുവരെ, ഒരു റീൽസ് ഇട്ടിട്ട് ആളുകളിൽ നിന്നും പ്രതികരണങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കുന്നതിന്റെ പേര് പെണ്ണ് എന്നല്ല, അതിന്റെ പേര് പ്രതികരണം എന്നല്ല. ഒരു പുരുഷൻ ശരീരത്തിലേക്ക് വന്ന് നമ്മളെ കശക്കുന്നത് വരെ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? ശരീരത്തിലേക്ക് കൈ നീളുമ്പോൾ തന്നെ പ്രതികരിക്കാൻ കഴിയണം. ആ കൈക്ക് കയറി പിടിക്കാനും അടുത്ത കൈ വീശി മോന്തയ്ക്കൊരെണ്ണം കൊടുക്കാനും പറ്റണം. അങ്ങനെയാണ് പെരുമാറുക. അങ്ങനെയാണ് നല്ല സ്ത്രീകൾ, നല്ല പെൺകുട്ടികൾ പ്രതികരിക്കേണ്ടത്. സമൂഹത്തിൽ നടക്കുന്ന ഏത് രൂപത്തിലുള്ള ഇത്തരം അശ്ലീല രീതികൾക്കും നമുക്ക് പ്രതികരിക്കാം. സ്ത്രീയുടെ മുഖത്ത് നോക്കി സംസാരിക്കേണ്ടതിന് പകരം അവളുടെ മാറിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മളുടെ നോട്ടം കൊണ്ടെങ്കിലും, നമ്മളുടെ ഒഴിഞ്ഞുമാറൽ കൊണ്ടെങ്കിലും ആ ഒരു റിയാക്ഷൻ എന്താണ്, എതിർപ്പ് എന്താണ് എന്ന് നോക്കുന്നവന് മനസ്സിലാകണം. അല്ലാതെ അത് ആസ്വദിച്ച് നിന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് അവനെന്റെ മാറിൽ നോക്കിയാണ് സംസാരിച്ചത് എന്നല്ല പറയേണ്ടത്. സ്ത്രീകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ബസ്സിലെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇങ്ങനെ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി ബസ്സിൽ കയറുന്ന പെണ്ണുങ്ങൾ ഇനി ബസ്സിൽ വരേണ്ടതില്ല. 10-45 വയസ്സൊക്കെയുള്ള സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്ന് പല രൂപത്തിലും. നല്ലതിനാണെങ്കിൽ നല്ലതിന്, ചീത്തയ്ക്കാണെങ്കിൽ ചീത്ത. ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീകളെ കാണിച്ചിട്ട് എല്ലാ സ്ത്രീകളും മക്കളെയും കെട്ടിയോനെയും കളഞ്ഞ് കണ്ടവന്റെ നെഞ്ചത്ത് കയറാൻ നടക്കുന്നവരാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. അങ്ങനെ പോകുന്നവര് പോകും. മക്കൾക്ക് വേണ്ടി കാലാകാലം ത്യാഗം സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളില്ലേ, പുരുഷന്മാരും ഉണ്ട്. ഇന്ന് ബഹിരാകാശത്തേക്ക് വരെ സ്ത്രീകൾ പോകുന്ന കാലഘട്ടമാണ്. പെണ്ണ് വണ്ടി ഓടിക്കരുത്, പെണ്ണ് സ്കൂട്ടർ ഓടിക്കരുത്, പെണ്ണ് പ്രതികരിക്കരുത്, പെണ്ണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത്, പെണ്ണ് പെറാനും പേറാനുമുള്ള യന്ത്രമായി, വീട്ടിൽ പേറ് യന്ത്രമായിട്ട്, സെക്സ് ടോയ് ആയിട്ട് ഇരിക്കണം എന്നതൊന്നും ഇന്ന് നടപ്പില്ല. ഇന്ന് നമുക്ക് തോന്നിപ്പോകും ഇവര് ചെറുപ്പത്തിലുള്ള തുണികളാണോ ഇട്ടിരിക്കുന്നത് എന്നല്ലേ. ആ രൂപത്തിൽ ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങിയെന്നിരിക്കും, ചിലപ്പോൾ ജട്ടിയും ബ്രായും മാത്രം ഇട്ടിട്ട് ഇറങ്ങിയെന്നിരിക്കും, ചിലപ്പോൾ ഒന്നും ഇടാതെ ഇറങ്ങിയെന്നും ഇരിക്കും. പുരുഷൻ അവന് കൺട്രോൾ ഇടുകയല്ലേ ചെയ്യേണ്ടത്, അവന്റെ മനോഭാവമല്ലേ മാറ്റേണ്ടത്. അപ്പോ ചെറിയ കുട്ടികളെ മദ്രസകളിൽ ഒരു സ്ത്രീ പറയുന്ന പ്രതികരണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. സ്ത്രീകളുടെ കുഞ്ഞു നെഞ്ചില്, കുഞ്ഞു മൂലകളിൽ ഞെരടി സുഖിക്കുന്ന കാമഭ്രാന്തന്മാരായിട്ടുള്ള ഉസ്താദുമാരുടെ കുടിനാടാണിത്. ഇതൊക്കെ ബസ് സ്റ്റാൻഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനാണെങ്കിലും അമ്പലപ്പറമ്പാണെങ്കിലും ഉത്സവപ്പറമ്പ്, കല്യാണ വീട്, മരണ വീട്, ഇവിടെയൊക്കെ നമ്മളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ തോണ്ടലും ഞെരടലും ഒക്കെ ഉണ്ടാവും. എന്തിനേറെ സ്വർഗം വാങ്ങിക്കുന്നതിന് വേണ്ടി സകലമാന തെറ്റുകളും കഴുകിക്കളയാൻ വേണ്ടി പോകുന്ന, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിൽ പോകും. അവിടെ വരെ തടിച്ച നിതംബത്തിലേക്ക് തടിച്ച ഒരു തടി പോലൊരു സാധനം വന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ പരാതിയാ. എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങളിലൂടെയാണ് ഞാനടക്കമുള്ള കോടാനുകോടി സ്ത്രീകളും ഇത്രയും എത്തിയിട്ടുള്ളത്. അപ്പോ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം, കൈ കയറി പിടിക്കേണ്ടിടത്ത് പിടിക്കണം, കോളറിൽ കയറി പിടിക്കേണ്ടിടത്ത് അതും പിടിക്കണം. കരണ തട്ടിക്കണമെങ്കിൽ അടിക്കേണ്ടി വരും, ശബ്ദമുണ്ടാക്കണമെങ്കിൽ ശബ്ദമുണ്ടാക്കണം, പ്രതികരിക്കാൻ ആള് കൂട്ടണമെങ്കിൽ അത് ചെയ്യണം. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നമ്മളാരും ധൈര്യം കാണിക്കാത്തത് അവരുടെയും മാനാഭിമാനത്തിന് വിലയുണ്ട് എന്ന് കരുതിയ. അധിക്ഷേപിക്കുന്നവന്റെ വീട്ടിലും ഈ ലൈംഗിക രോഗിയായിട്ടുള്ള ഇവന്റെ വീട്ടിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ഭാര്യ, അവരൊക്കെ ഉണ്ടാകും. അപ്പോ അവരൊക്കെ ഇനിയും സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? അവരുടെയൊക്കെ മാനം നോക്കി മാത്രമാണ്. മാറുമറയ്ക്കാനും, സ്കൂളിൽ പോകാനും, ജോലിക്ക് പോകാനും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും, വാഹനം ഓടിക്കാനും, പഠിക്കാനും, ജോലി നേടാനും ഒക്കെ ഇന്നീ നിലകളിലെല്ലാം സ്ത്രീകൾ എത്തിയിരിക്കുന്നത് അത്രയും പ്രതികരണങ്ങളിലൂടെയും യുദ്ധം ചെയ്തും പ്രതിഷേധിച്ചും ചോദിച്ചു വാങ്ങിയെടുത്തതാ. അധികാര കസേരകൾക്ക് മുമ്പിൽ മാർച്ച് നടത്തി, പ്രതിഷേധം നടത്തി, പോരാടി നേടിയെടുത്തതാണ് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സകലമാന സ്വാതന്ത്ര്യങ്ങളും. അതുകൊണ്ട് നമുക്ക് പോരാടേണ്ടതുണ്ട്. മറിച്ച് ദീപകിന്റെ മരണത്തിന് ശേഷം സമൂഹത്തിൽ ഒരു ട്രെൻഡ് വന്നിരിക്കുവാണ്.
പുരുഷന്മാര് മൊത്തം നല്ലവർ, സ്ത്രീകളൊക്കെ പിഴച്ചവർ. കമ്പിവേലി കെട്ടി കാർഡ്ബോർഡ് വെച്ച് ഒക്കെ സ്ത്രീകളെ പേടിച്ചിട്ട് പുരുഷന്മാര് വണ്ടിക്കകത്ത് പോകുന്നത് പോലെ. അപ്പോ ഇത്തരത്തിലുള്ള പുരുഷ മേധാവിത്വത്തിനും മുഴുവൻ സ്ത്രീകളും ഈ രൂപത്തിൽ റീൽസോളികളാണെന്നും കടിയോളികളാണെന്നും പറഞ്ഞിട്ടുള്ള വീഡിയോകൾക്കൊന്നും നമുക്കൊന്നും പറയാനില്ല. ഓരോരുത്തരുടെയും മനോഭാവമാണത്. അവനവന്റെ വീടുകളിലും സ്ത്രീകളുണ്ടല്ലോ. മുഴുവൻ സ്ത്രീകളും പോക്കാണ് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകളെയാണല്ലോ ആദ്യം ഇവരെ സ്പെസിഫൈ ചെയ്യുക. അത്രേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഈ യുവാവ്, ദീപക് എന്ന യുവാവ് മാനഹാനി ഭയന്ന് ജീവനൊടുക്കി. അതിന് പരിഹാരം കാണേണ്ടത് സോഷ്യൽ മീഡിയയല്ല. അയാൾ ബസ്സിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീൽസ് പിടിച്ച് റീച്ചിന് വേണ്ടിയിട്ട് റീൽസോളി ചെയ്തത് എന്താ? അതല്ല പരിഹാരം. അന്വേഷണം നടക്കണം, അത് സ്വാഗതാർഹമാണ്. അതിക്രമങ്ങളോട് പ്രതികരിക്കണം, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അതൊരു ധൈര്യമാണ്. ഇപ്പോൾ സ്ത്രീകൾ സംഘടിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്, പ്രതികരണ മനോഭാവം ആളിക്കത്തുന്നത് വളരെ നല്ലതാണ്. ഒരു പരിധിവരെ റീൽസിനെ ഭയക്കുന്നുണ്ട് ആളുകൾ, വീഡിയോയെ ഭയക്കുന്നുണ്ട് ആളുകൾ. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന കലാപകാരികളാകുന്ന കലാപരിപാടിക്കാരെ നിയന്ത്രിക്കാനും ഇത് നല്ലതാണ്. ഇവിടെ ഷിംജിത ചെയ്തത് വെറും റീച്ചിനു വേണ്ടിയായിപ്പോയി. നന്ദി.